بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد റമദാനിലെ 9ാമത്തെ രാത്രിക്കാണിപ്പോൾ ഇന്ന് നമ്മൾ സാക്ഷികളാകുന്നത്. ലോക മുസ്ലിം ഈ സമൂഹത്തിലെ എല്ലാ ഓരോരുത്തരും പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ അള്ളാഹുവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം നമിക്കുകയും പ്രാർത്ഥനകളിൽ മുഴുകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സൂറത്ത് സബയിലെ ഒരായത്തും അതിൻ്റെ അർത്ഥവിശകലനവും ഇന്ന് നാം ശ്രദ്ധിക്കുന്നു. ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാ. ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. ജീവിതം ഓർമ്മ വച്ച നാള് മുതൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല ജീവിത സൗകര്യങ്ങൾ വന്ന ജീവിത സൗകര്യങ്ങൾ യഥാവിധി ആലോചനാപരമായുമല്ല നമ്മളൊക്കെ ചിലവഴിക്കുക. പല അർത്ഥതലങ്ങളും നമ്മുടെ ജീവിത സൗകര്യങ്ങളും നമ്മളും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇവിടെ അള്ളാഹു അറിയിക്കുന്ന ഒരു വചനം, അള്ളാഹു അവൻ്റെ ദാസന്മാരിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ജീവിത സൗകര്യം വിപുലമാക്കി കൊടുക്കും, വിശാലമാക്കും. അത് അള്ളാഹുവിൻ്റെ മഷീഅത്ത് എന്നാണ് അതിനെ ഉപയോഗിച്ചത്. ലിമൻ യശാഉ മിൻ ഇബാദിഹിയാണ്. അവൻ ഉദ്ദേശിച്ച ചിലർക്ക് അത് തോത് നിർണയിക്കും, അല്ലെങ്കിൽ അത് കുറയ്ക്കും, അതുമല്ലെങ്കിൽ അതിനൊരു ക്ലിപ്തത വരുത്തും. അപ്പൊ ഇത് രണ്ടും മനുഷ്യരെ സംബന്ധിച്ച് അജ്ഞാതമാണ്. അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവുക, നിലനിൽക്കുക, ഉപയോഗിക്കാൻ കഴിയുക എന്നതൊന്നും മനുഷ്യനറിയില്ല. നമ്മൾ പല ഖുതുബയിലും ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ്, ഈ ഗ്രാമർ പഠിപ്പിക്കുന്ന പുസ്തകത്തിലെ 2 വരി കവിതയുണ്ട്. അത് എന്നെ ഏറെ ഇരുത്തി ചിന്തിപ്പിച്ചതാണ്. എന്നെ എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ബുദ്ധിമാന്മാരെയും ചിന്തിപ്പിച്ച 2 വചനമാണ്. കം ആഖിലിൻ ആഖിലിൻ അഴിയത്ത് മദാഹിബുഹു വകം ജാഹിലിൻ ജാഹിലിൻ തിൽക്കാഹു മർസൂഖ ഹാദല്ലദീ തറക്കൽ ലൗഹാ മഹായിറത്തൻ വസയ്യറൻ ആലിമൻ ഇഹരീറ സിന്ദീഖ. എത്രയോ ബുദ്ധിമാന്മാർ, ചിന്തകർ, വിദ്യാഭ്യാസ മീമാംസകർ, ഗവേഷണ പടുക്കൾ, അങ്ങനെ വലിയ കഴിവുകൾ ഉള്ളവർ ജ്ഞാനമേഖലയിൽ, പക്ഷേ ജീവിക്കാൻ വകയില്ലാതെ ഉഴലി നടക്കുന്നു. ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ട്, എന്നാൽ എത്രയോ വിവരമില്ലാത്ത ആളുകൾ, അവർ ചിലപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല, അവർ ഇവർക്ക് അതാത് ദിവസത്തെ വേതനം നൽകുന്നു. ഇവരുടെ ജീവിതം അവരുടെ നൽകൽ വഴിയാണ് അവർക്ക് സത്യത്തിൽ കിട്ടുന്നത്. അല്ലെങ്കിൽ അവരുടെ ക്ലർക്കായിട്ടോ, അല്ലെങ്കിൽ അവരുടെ ജോലിക്കാരനായിട്ടോ, ഡ്രൈവറായിട്ടോ, ബെൽബോയി ആയിട്ടൊക്കെ ആയിരിക്കും കഴിയുക. ഹാദല്ലദീ തറക്കൽ ലൗഹാ മഹായിറത്തൻ. ഇവിടെയാണ് മനുഷ്യബുദ്ധി പകച്ചുപോയത്.
മനുഷ്യൻ ഇത് ആലോചിച്ചിട്ട് എത്തും പിത്തും പിടി കിട്ടാതെ അന്തം വിട്ടുപോയി. ഇതെന്തൊരു അത്ഭുതം! ഈ യോഗ്യത എന്നതും കഴിവ് എന്നതും ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസമോ നേട്ടമോ ആണ് എന്ന് ചിന്തിച്ചിടത്താണ് ഇതൊരു അത്യാത്ഭുതമാണല്ലോ ഈ ജീവിതക്രമം. അങ്ങനെ ചിന്തിച്ചിട്ട് എത്രയോ ചിന്തകരായ ആളുകൾ നിരീശ്വരവാദികളായിപ്പോയി, ദൈവത്തെ തന്നെ നിഷേധിച്ചു കളഞ്ഞു. ഇതാണ് അറബി കവിതയുടെ രത്നച്ചുരുക്കം. ഇവിടെ അള്ളാഹു ആദ്യം വെളിപ്പെടുത്തിയ ഒരു കാര്യം, അള്ളാഹു അവൻ്റെ ദാസന്മാരിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ജീവിത സൗകര്യം നൽകും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ സൗകര്യം ചുരുക്കും. അവൻ്റെ ദാസന്മാർ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഒമാ അൻഫക്തും, എന്നാൽ നിങ്ങൾ ഇരുവിഭാഗവും, മിൻ ഷൈഇൻ, നിങ്ങൾ എന്തൊന്നാണോ ചെലവ് ചെയ്യുന്നത്, നിങ്ങൾ കൊടുക്കുന്നത്, ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങൾ എന്ത് കൊടുത്താലും അള്ളാഹു അതിന് പകരം തരും. നിങ്ങൾക്ക് കിട്ടിയ ജീവിത സൗകര്യത്തിൽ നിന്ന് കുറഞ്ഞുപോയ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കുറവൊന്നും വരില്ല, അള്ളാഹു നിങ്ങൾക്കതിന് പകരം തരും. വഹുവ ഖൈറുർ റാസിഖീൻ, അവൻ ഏറ്റവും അഭിവൃദ്ധമായി, പുരോഗമനപരമായി, വളർച്ച ഉള്ള നിലയിൽ വിഭവങ്ങൾ നൽകുന്നവനാണ് അള്ളാഹു. ഇതാണ് ഈ ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥവും താല്പര്യവും. രണ്ടാമത് പറഞ്ഞ കാര്യം, അള്ളാഹു പകരം നൽകുമെന്നാണ്. ആരോട്? ജീവിത സൗകര്യം ഉള്ളവരോടും ഇല്ലാത്തവരോടും. ഇന്ന് നമ്മൾ കേട്ട സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തുണ്ട്, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവർ നിന്നോട് ചോദിക്കുന്നത് ജീവിതത്തിൽ എന്താണ് ചെലവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് മറുപടി പറഞ്ഞപ്പോൾ കുലിൽ അഫ്വ, ജീവിത ആവശ്യം കഴിച്ച് മിച്ചം. ഈ ആയത്ത് വിവരിച്ചിട്ട് വലിയ ജീവിത സൗകര്യമുള്ളവർക്കും മിച്ചം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അവരുടെ സൗകര്യം ആ നിലയിൽ, ഉയർന്ന നിലയിൽ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന വരുമാനം അവിടെ തന്നെ തീരും. സാധാരണക്കാരന്റെ വരുമാനം അതിൽ അവന് മിച്ചം വരുന്നത് അത് ചുരുങ്ങിയ നിലയിൽ ജീവിച്ച് സന്തോഷകരമായി കഴിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു കൂലിപ്പണിക്കാരൻ ഒരിക്കലും വേവലാതിപ്പെടാറില്ല. ഒന്നുമില്ലല്ലോ എന്ന് കരുതി വീട്ടിൽ വന്ന ഒരനാഥ കുട്ടിക്ക് 100 രൂപ കൊടുത്തു വെച്ചോ, അപ്പൊ ഒരു കൂലിപ്പണിക്കാരന് അതുകൊണ്ടൊരു മാനസിക വിഷമം വരില്ല. കാരണം എനിക്ക് കുറഞ്ഞു പോയല്ലോ എന്ന്. ഇന്ന് കേട്ട ആയത്തില് നിങ്ങളുടെ സഹോദരങ്ങളാണ് അവരെന്ന് പറഞ്ഞു. ഫൈന ഖാലിത്തുഹും ഫയഹ്വാനുക്കും എന്ന് കേട്ട ആയത്താണ്. നിങ്ങളത് വായിക്കേണ്ടതാണ് ഒന്നോടെ. നിങ്ങളുടെ സഹോദരനാണ്. അപ്പൊ ആ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരിക്കലും ചേർത്ത് പിടിക്കുന്നയാൾ താഴെ പോവില്ല. അതാണ് ആ വാക്കിന്റെ ആശയം. അപ്പൊ മിച്ചം എന്നതിന് ഇബ്നു കസീർ അലൈഹി റഹ്മയും ഇബ്നുൽ അസീറിന്റെ നിഹായയിലും അതുപോലെ തന്നെ ഏതാണ്ട് തഫ്സീറുൽ കബീറിൽ ഇമാം റാസി അലൈഹി റഹ്മയും ഒരു നിർവചനം നൽകുന്നുണ്ട്. അതാത് ദിവസത്തെ ഭക്ഷണം അവനും അവന്റെ ബാധ്യതയിലുള്ള കുടുംബാംഗങ്ങളും, അപ്പൊ മാതാപിതാക്കളും ഭാര്യയും മക്കളുമായി, അത്രേ ഇവന്റെ മേൽ ബാധ്യതയുള്ളൂ. റേഷൻ കാർഡിൽ നമ്മളുടെ ചുമതലയിൽ ഭക്ഷണം നൽകേണ്ടവർ അവർ മാത്രമാണ്. അവന്റെ വാസസ്ഥലം, അവൻ ധരിക്കുന്ന വസ്ത്രം, ഉപയോഗിക്കുന്ന യാത്രയുടെ ചെലവുകൾ, പിന്നെ അത്യാവശ്യം വേണ്ട പത്രമോ പാലോ മീനോ ഒക്കെ വാങ്ങുമല്ലോ, ഇത് കഴിച്ച് ബാക്കിയുള്ളതാണ് ഖുർആൻ ഇവിടെ ആവശ്യപ്പെട്ട മിച്ചം. അല്ലാതെ നമ്മളൊരു വലിയ നക്ഷത്ര ഹോട്ടലിൽ ഇപ്പൊ 55,000 രൂപ ഈ തൊട്ടടുത്ത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തൊരു ഹോട്ടലിൽ ഒരാൾക്ക് താമസിക്കണമെങ്കിൽ ഒരു ദിവസം. അപ്പൊ അങ്ങനെ ചെലവഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒന്നും ബാക്കിയുണ്ടാവില്ല. അതൊരു ധാർമ്മികമായ മാനുഷിക മൂല്യത്തിന്റെ അളവുകോലിൽ ആ ഫ്രെയിമിനകത്താണ്
അള്ളാഹു മിച്ചം പറഞ്ഞത്. അങ്ങനെ മിച്ചമുള്ള നിങ്ങൾ ആര് എന്ത് ചെയ്താലും അള്ളാഹു അത് വെറുതെ നഷ്ടപ്പെടുത്തി കളയില്ല, നിങ്ങൾക്കത് പകരം തരും. കാരണം അള്ളാഹു ആണ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു എന്നല്ല, നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നിങ്ങൾക്ക് അനുയോജ്യമായ ക്രമത്തിൽ നിങ്ങളുടെ അഭിരുചികളെ മാനിക്കാതെ പടച്ചവൻ അവൻ്റെ ഇംഗിതത്തെ നിങ്ങളിൽ നിറവേറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസപരമായി നമ്മുടെ ജീവിതത്തിലെ ഒരു ചുമതലയാണ് ജീവിതത്തിൽ അവൻ നൽകിയ സൗകര്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. അപ്പം കൂടെയുള്ള കുടുംബം, അയൽവാസികൾ, നാട്ടുകാർ, ദരിദ്രര്, അങ്ങനെ ആവശ്യക്കാർ എല്ലാവർക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്കെല്ലാം അതിൻ്റെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ റമദാനിൻ്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ എല്ലാവരെയും അള്ളാഹു തൃപ്തിപ്പെടുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.